ഒരാൾക്ക് 70 രൂപയാണ് ബസ്സിന് ചാർജ്. കുട്ടികൾക്ക് 35 രൂപയും കർണാടകക്കാരനെന്ന് തെളിയിക്കുന്ന ID കാർഡ് ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യവുമാണ്. ഏതായാലും ബസ്സിൽ കയറാനുള്ള ഞങ്ങളുടെ ഊഴമെത്തി. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. എപ്പോഴാണ് ഞങ്ങൾ ബസ്സെല്ലാം ഫുള്ളായിരുന്നു. അപ്പോൾ അടുത്ത വണ്ടിക്ക് പോകാമെന്ന് വെച്ചാൽ ഇനി അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വഴിയുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കാമെന്ന് വെച്ചു. ഒടുവിൽ കുഞ്ഞിൻ്റെ ഒരു കാരുണ്യം വെച്ച് ഇലുവിനും നമുക്കും സീറ്റ് കിട്ടി. ബസ്സിൽ ആൾക്കാർ മാത്രമല്ല കേട്ടോ, വാഴയൊക്കെ ഉണ്ട്. മുകളിൽ കൊണ്ടുപോയിട്ട് വാഴ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ കയറ്റം കയറി തുടങ്ങിയപ്പോഴാണ് എതിരെ ഒരു ബസ് വരുന്നത്. ആ ബസ് വരുന്നത് വരവ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഡ്രൈവർ ഒരു അഭ്യാസിയാണെന്നുള്ളത്. ഏതായാലും കുത്തനെയുള്ള കയറ്റത്തിൽ ഇവർ സൈഡ് കൊടുക്കുന്നതൊക്കെ കാണുമ്പോഴേ നമ്മുടെ നെഞ്ചൊക്കെ ഒന്ന് കാണും. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ മുകളിലെത്തി. താഴെ മുട്ടൻ വെയിലാണെങ്കിൽ മുകളിൽ കുളിര് കോരുന്ന തണുപ്പായിരുന്നു. കോടയും മഞ്ഞൊന്നുമില്ല, നല്ല കാറ്റും തണുപ്പും ഗംഭീര അനുഭവമായിരുന്നു. കോട ഇറങ്ങിയ ഈ ടെമ്പിളിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ കോടയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുപ്പും കാറ്റുള്ളതുകൊണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരെയും പോലെ നല്ല ഫോട്ടോയും വീഡിയോയും പകർത്തി ആ വൈബ് ആസ്വദിച്ചു. ഇനി ബക്കറ്റ് ലിസ്റ്റിൽ ലക്ഷ്യങ്ങൾ ഏറെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് മടങ്ങാമെന്ന് തന്നെ വെച്ചു. അങ്ങനെ പോകാനുള്ള ബസ് റെഡിയായിരുന്നു. മടക്കയാത്രക്ക് സീറ്റുകൾ കാലിയായിരുന്നു. വന്നതുപോലെയല്ല, സീറ്റ് ഇരുന്നാണ് യാത്ര. ഏതായാലും കുന്നിറങ്ങി താഴെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ച കണ്ടത്. ഞങ്ങൾ പോകുമ്പോൾ ഒരു ബസ്സിലുള്ള ആൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് അറ്റം കാണാത്തത്ര ക്യൂ ഉണ്ടായിരുന്നു. വന്ന സമയം എത്ര നന്നായി. 1 മണിക്കൂർ വൈകിയിരുന്നെങ്കിൽ ഈ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ.